സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത്, എത്ര രൂപയുടെ കടം, എന്താണ് പ്രതിസന്ധിക്ക് കാരണം, ഇതെല്ലാം അടങ്ങുന്ന ധവളപത്രം ആണ് ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് സർക്കാർ വെച്ചിട്ടുള്ളത്. ആ വാദപ്രതിവാദങ്ങൾ വരും മണിക്കൂറുകളിൽ തീർച്ചയായും തുടരും. കിഫ്ബിക്ക് അടക്കം വിമർശനമുണ്ടാകുന്നു. കിഫ്ബി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. KSRTCയും ജല അതോറിറ്റിയും നഷ്ടക്കണക്കുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. അത്തരം ഡേറ്റകൾ, അതേസമയം ചില നിയന്ത്രണങ്ങൾ, നടപടികൾ, കർശനമായ നടപടികൾ അത് നടപ്പിലാക്കേണ്ട സാഹചര്യമാണ്. അങ്ങനെ മാത്രമേ ഈ ധനസ്ഥിതിയിൽ നിന്ന് കേരളത്തിന് കരകയറാൻ സാധിക്കുന്നു എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ധവളപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, തീർച്ചയായും ഒരു ഭാഗത്ത് ബാധ്യത, മറുഭാഗത്ത് പോംവഴി, അതാണല്ലോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പോംവഴികൾ ആണ് ഇനി ചർച്ച ചെയ്യപ്പെടാനും അല്ലെങ്കിൽ അത് എതിർക്കപ്പെടാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ധവളപത്രത്തിലെ ബാധ്യതകളുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും അധികം ബാധ്യതയുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനമായി നേരത്തെ വ്യക്തമാക്കിയത് KSRTC ആണ്. KSRTCക്ക് കഴിഞ്ഞ വർഷം മാത്രം 1580 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ, ഇതിലെ പരാമർശം. അതോടൊപ്പം ജല അതോറിറ്റിക്ക് 317.68 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഈ കുടിശ്ശികകളുടെ വലിയ ഭാരം, അതായത് പ്രത്യേകിച്ച് DA കുടിശ്ശിക മാത്രം ഏതാണ്ട് 21,670 കോടി രൂപയായും പെൻഷൻകാർക്കുള്ള DR കുടിശ്ശിക 14,387 കോടി രൂപയായും ഉയർന്നിട്ടുണ്ട്. ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ളത് 3,431 കോടി രൂപയാണ്. അങ്ങനെ കുടിശ്ശിക ഇനത്തിൽ മാത്രമുള്ള ബാധ്യത 48,733 കോടി രൂപയിലേക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 56,000 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായ കാര്യം നമ്മൾ നേരത്തെ പരാമർശിച്ചതാണ്. നിലവിലുള്ള വായ്പാ ബാധ്യത മാത്രം ഏകദേശം 21,000 കോടിയാണ്. ഇനി ധനസഹായം നൽകേണ്ട പദ്ധതികൾക്കായി മാത്രം 35,000 കോടിയിലധികം രൂപ വേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ഈ പദ്ധതികൾ തുടർന്നുകൊണ്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. 2024-25 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സാമ്പത്തിക നഷ്ടം 78,851 കോടി രൂപ എന്ന ഒരു വലിയ സംഘടനയാണ്. പ്രധാന നഷ്ടക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ KSRTCയും അതോടൊപ്പം കേരള വാട്ടർ അതോറിറ്റിയുമാണ്. ഇത് ഇനിയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കുമെന്നൊരു ചോദ്യമാണ് UDF സർക്കാർ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്തിയ UDF സർക്കാരിന് മുമ്പിലുള്ളത്. അതിൽ പ്രധാനമായി ഉയർന്നിരിക്കുന്ന ശുപാർശകൾ വിരമിക്കൽ പ്രായം ഉയർത്തുക, കേന്ദ്ര സർക്കാരിൻ്റെതിന് സമാനമായ തരത്തിൽ വിരമിക്കൽ പ്രായം ഉയർത്തുക, അതിൽ രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കേണ്ടത്. അങ്ങനെ വിരമിക്കൽ പ്രായം ഉയർത്തിയാൽ മാത്രം സർക്കാരിന് ഒരു വർഷം ഏതാണ്ട് 6,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാകും, ബാധ്യതകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകൾക്കും വഴിയൊരുക്കണം. അത് കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് എടുത്തു പറയുന്നുണ്ട്. ട്രഷറിയിലെ പ്രതിസന്ധിയെക്കുറിച്ചും കൃത്യമായ പരാമർശങ്ങളാണുള്ളത്. 2024-25 12 മാസത്തിനിടയിൽ 10 മാസവും ട്രഷറി നെഗറ്റീവ് ബാലൻസിലായിരുന്നു. ദൈനംദിന ചെലവുകൾ നടത്താൻ റിസർവ് ബാങ്കിന്റെ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഓവർഡ്രാഫ്റ്റ് സൗകര്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് കൂടി അതിൽ പരാമർശമുണ്ട്. ഈ വലിയ കണക്കുകളാണ് ഇപ്പോൾ ഈ കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് ഇതിനോടകം ഉണ്ടായ ബാധ്യതകളും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കേണ്ടതിന് വേണ്ടിവരുന്ന 5,000 കോടി രൂപയുടെ അധിക ബാധ്യതകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ പരാമർശം തന്നെയാണ് ധവളപത്രത്തിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ UDF സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരുമാനത്തിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അതിനിടയിലാണ് ഈ 5 ക്ഷേമ പദ്ധതികൾ, സർക്കാരിന് 1 രൂപ അങ്ങോട്ട് വരുമാനം ലഭിക്കാതെ ഈ 5 പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞ ഈ ക്ഷേമ പദ്ധതികൾ ഈ മാസം മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനോടകം 1,580 കോടി രൂപയുടെ ബാധ്യതയിൽ നിൽക്കുന്ന KSRTCയിൽ വരുന്ന 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന സാഹചര്യം എന്തായിരിക്കും, അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി എന്തായിരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. KSRTCയിൽ ഓരോ ദിവസവും ബസ്സുകളിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്ര, അവർ എത്ര ദൂരം പതിവായി സഞ്ചരിക്കുന്നവരാണ്, അതിൽ ശരാശരി ഉണ്ടാകുന്ന വരുമാനം, ഇതിനോടകം കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എത്രയാണ്, ആ വരുമാനം പൂർണ്ണമായി അങ്ങ് നിലയ്ക്കുകയും അതോടൊപ്പം അതൊരു ബാധ്യതയായി KSRTCക്ക് മാറാനും പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്ന 15-ാം തീയതി മുതൽ കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ആകർഷണമായ വാഗ്ദാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുമോ എന്നതുൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അല്പസമയത്തിനകം മുൻ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളെ കാണും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ചേർന്ന് ധവളപത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുക. യെസ്, തീർച്ചയായും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി എന്താ അത് വ്യക്തമാക്കുന്ന ധവളപത്രമാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. ആ ധവളപത്രത്തിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടെ വാദപ്രതിവാദങ്ങൾ സ്വാഭാവികമാണ്. അല്പസമയത്തിനകം തന്നെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താ സമ്മേളനം നടത്തും. അതിൽ ഈ ധവളപത്രത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾക്ക് സാധ്യതയുണ്ട്, സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. തീർച്ചയായും അതിനുശേഷം ധനമന്ത്രിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് നമുക്കറിയാം. അത്തരം മറുപടികളും നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.